പലപ്പോഴും നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫോ ഹസ്ബൻഡോ ഒക്കെയും പൊടുന്നനെ ഒരു കാരണമില്ലാതെ വളരെയധികം ദേഷ്യപ്പെട്ട് പെരുമാറുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് അവർ ചില ചെറിയ കാര്യങ്ങൾക്ക് വളരെയധികം വലിയ രീതിയിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും. നീ അത് അവിടെ വെച്ചത് കൊണ്ടാണ് അത് വീണ് പൊട്ടിയേ, അല്ലെങ്കിൽ നീ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇത് ഇതുപോലെ ആയേ, നീ ഇത് ഈ സ്ഥലത്ത് വെക്കാത്തത് കൊണ്ടാണ് ഞാൻ നേരം വൈകിയതും എനിക്ക് ട്രെയിനോ അല്ലെങ്കിൽ ബസ് മിസ്സായി പോയത് എന്നൊക്കെയുള്ള ചെറിയ കാരണത്തിന് വലിയ രീതിയിൽ നിങ്ങളുടെ അടുത്ത് കോപം കാണിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ അവർ ജീവിതത്തിൽ ഏതെങ്കിലും അവരുടെ മുൻകാല സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ട്രാമ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. അങ്ങനെ ട്രാമ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം വീണ്ടും പലപ്പോഴും ചുറ്റുപാടുള്ള പല കാര്യങ്ങളും ആ ട്രാമയെ അവരുടെ മനസ്സിൽ വിളിച്ചോതുന്നുണ്ടായിരിക്കും. ആ ട്രമാറ്റിക് ഇവന്റിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരിക്കും. ചുറ്റുപാടുള്ള എന്തെങ്കിലും ചെറിയൊരു കാര്യം കാണുമ്പോൾ ട്രാമ ഓർത്തെടുത്ത് അവർ വേദനിക്കുന്നുണ്ടായിരിക്കും, ചെയ്യുന്നുണ്ടായിരിക്കുക. ആ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ട്രാമയുടെ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ വരുന്ന സമയത്ത് നമ്മളുടെ ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് ഷട്ട് ഓഫ് ആവുകയും റൈറ്റ് ബ്രെയിൻ കൂടുതൽ ആക്ടിവേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് ലോജിക്കലായിട്ട് അനലൈസ് ചെയ്യാനും നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ബ്രെയിനാണ് ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നത്. കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത്. അതേ സമയത്ത് റൈറ്റ് ബ്രെയിൻ വിഷ്വൽ ആയിട്ടുള്ളതും നമ്മളുടെ സ്പാഷ്യൽ ആയിട്ടുള്ളതും നമ്മൾ ഇമോഷണൽ എക്സ്പീരിയൻസിനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് റൈറ്റ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ലെഫ്റ്റ് ബ്രെയിൻ ഷട്ട് ഓഫ് ആവുന്നത് മൂലം നമ്മൾക്ക് ഈ കാര്യം ഇപ്പോൾ സംഭവിക്കുന്നതാണോ എന്ന് യാഥാർത്ഥ്യബോധത്തോടു കൂടി നോക്കിക്കാണാൻ സാധിക്കുന്നില്ല. ഈ റൈറ്റ് ബ്രെയിൻ ആക്ടിവേറ്റ് ആയി നിൽക്കുന്നത് മൂലം നമ്മൾ ചിന്തിക്കുന്നത് ഈ നമ്മുടെ മനസ്സിലുള്ള ഓർമ്മകളിലുള്ള ആ ട്രോമാറ്റിക് ഇവന്റ് ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിലായിരിക്കും ആ സമയത്ത് റിയാക്ട് ചെയ്യുക. വളരെയധികം പേടിച്ച് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ അവിടെ നമ്പായി സ്തബ്ധരായിട്ട് ഇരുന്നു പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ വളരെയധികം ആ വേദനയിൽ പുളകുന്നത് കൊണ്ട്, ആ വേദന അനുഭവിക്കുന്നത് കൊണ്ട് ചുറ്റുപാട് കാണുന്ന ചെറിയൊരു കാര്യത്തിനെയും ക്രിട്ടിക്കലായി നോക്കിക്കണ്ട് അതിന് കുറ്റം പറയാനും ശകാരിക്കാനും അമിതമായിട്ട് ക്രോധം കാണിക്കാനുമായിട്ടുള്ള ഒരു രീതി. സോ നിങ്ങൾ മനസ്സിലാക്കുക, ട്രാമ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേക പ്രവർത്തന രീതി കൊണ്ടാണ് അവരിങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിച്ച് പോയിട്ട് ആ വളരെ ക്രോധത്തോടും മറ്റും പെരുമാറുകയും അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ആറിക്കഴിയുമ്പോൾ ഇപ്പോൾ ഇത് സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരതിനെക്കുറിച്ച് പശ്ചാത്തപിക്കാനും കുറ്റബോധം തോന്നി നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അതിൻ്റെ പശ്ചാത്താപത്തോടു കൂടി പെരുമാറാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്.